ചേർത്തലയിലെ ദുരൂഹ തിരോധാന കേസുകളിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നു. സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ റഡാർ പരിശോധന നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ദുരൂഹ സാഹചര്യത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച കോഴിക്കോട് പൊളിച്ച് പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് നിർണായക തെളിവ് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുപ്പിൽ നിന്ന് കത്തി കരിഞ്ഞ ലേഡീസ് വാച്ചിന്റെ സ്ട്രാപ്പ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം നൽകുന്നു അശ്വിൻ പാലാഴി ചേർത്തലയിൽ നിന്ന്. അശ്വിൻ, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ്. കാരണം റോസമ്മ തന്നെ നമ്മുടെ ചർച്ചകളിൽ ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ഉണ്ട്. ഷഫീദ്, എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ പുതിയ നീക്കം? വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപകൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ സെബാസ്റ്റ്യനിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ കേസിന്റെ അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ സെബാസ്റ്റ്യന്റെ സുഹൃത്ത്, ചില ഇടപാടുകളിൽ പങ്കുള്ള ആൾ എന്ന നിലയിൽ റോസമ്മയുടെ വീട്ടിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ആ വീട് എത്തിയിട്ടുണ്ട്. നെടുമ്പ്രക്കാടൊക്കെ കഴിഞ്ഞ് ആ വീടിന്റെ ഭാഗത്തേക്ക് റഡാർ പരിശോധനാ സംഘവും പോലീസ് സംഘവും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇവിടെ ഈ വീട് കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അതിന്റെ പുറകിലത്തെ 20 സെന്റ് സ്ഥലം കേന്ദ്രീകരിച്ച് നേരത്തെ നാട്ടുകാർ ഒരു മൊഴി നൽകിയിരുന്നു. കാരണം കോഴി ഫാം തുടങ്ങാൻ വേണ്ടി ഒരു കെട്ടിടം ഉണ്ടാക്കുകയും ആ കെട്ടിടം പിന്നീട് ഒരു തരത്തിലും പ്രവർത്തിക്കാതിരിക്കുകയും പിന്നീട് അക്കാര്യത്തിൽ നാട്ടുകാർക്ക് സംശയം തോന്നുകയും അവിടെ കുഴിയെടുത്തപ്പോൾ ചില സ്മെല്ലുകൾ പുറത്തു വന്നു എന്നുള്ള കാര്യമടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ നാട്ടുകാർ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സെബാസ്റ്റ്യനിൽ നിന്നും, അതായത് ചേർത്തല തിരോധാന കേസിൽ സെബാസ്റ്റ്യനിൽ നിന്ന് മറ്റൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നത്. റഡാർ പരിശോധനാ സംഘം റോസമ്മയുടെ വീട്ടിലേക്ക് എത്തി അവിടെ പരിശോധന തുടങ്ങിയാൽ സ്വാഭാവികമായും അത് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കമാകും. മാത്രവുമല്ല, ഈ ഐഷ തിരോധാനം അടക്കമുള്ള കാര്യങ്ങളിൽ റോസമ്മയ്ക്ക് ചില വിവരങ്ങൾ അറിയാം എന്നുള്ള സൂചന അത് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ആ രീതിയിൽ ചില ക്രമീകരണങ്ങൾ അന്വേഷണ സംഘം ഒരുക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ആ ഭാഗത്തേക്ക് അടുക്കുകയാണ് അന്വേഷണ സംഘം. ജി കെ.